ഇത് ചൊവ്വയാണ് നമ്മുടെ മാഴ്സ്. റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത്, ആ സ്റ്റഡിയിൽ കാണിക്കുന്ന റിസൾട്ട്സ് കാണിക്കുന്നത് നമ്മുടെ ചൊവ്വയുടെ ഉപരിതലം ഒരു കാലത്ത്, ഒരു ഭൂതകാലത്തിൽ എപ്പോഴോ വാസയോഗ്യമായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് കാണിക്കുന്ന ഒരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. ഈ കാണിച്ചിരിക്കുന്ന സയൻസ് അഡ്വാൻസസ് എന്ന് പറയുന്ന ജേണലിലാണ് ന്യൂ കർട്ടൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. അതിൽ പറയുന്നത് നമ്മുടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ഹോട്ട് വാട്ടർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് ആണ് അവർ പബ്ലിഷ് ചെയ്തത്. ആ എവിഡൻസ് കാണിക്കുന്നത് ഒരുപക്ഷെ ഇതിന്റെ ഉപരിതലത്തിൽ വാസയോഗ്യമായിട്ടുള്ള ഒരു സാഹചര്യവും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു എവിഡൻസ് ആണ് ഇത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്ന് നോക്കാം. ഈ സ്റ്റഡിക്കുള്ള എവിഡൻസ് ആയിട്ട് അവർ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഈ കാണിച്ചിരിക്കുന്നതുണ്ടോ, ഇതൊരു ഉൽക്കാശിലയുടെ ഒരു ഭാഗമാണ്. NWA 7034 എന്ന് പറയുന്ന ഏകദേശം ഒരു 4.45 ബില്യൺ വർഷം പഴക്കമുള്ള ചൊവ്വയിൽ നിന്ന് വന്ന ഒരു ഉൽക്കാശകലമാണിത്. ഇതിനകത്തുനിന്ന് കിട്ടിയ സിർക്കോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മിനറൽ കോമ്പൗണ്ട് ഉണ്ട്. അതിനെ വിശകലനം ചെയ്ത് നടത്തിയ സ്റ്റഡിയിലാണ്, പ്രത്യേകിച്ച് ജിയോ കെമിക്കൽ ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ട്, അത് ഉപയോഗിച്ച് നടത്തിയ സ്റ്റഡിയിലാണ് ഈ സിർക്കോണിന്റെ ഗ്രെയിൻസിനകത്ത് വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ ആക്ടിവിറ്റി കാണിക്കുന്ന രീതിയിലുള്ള ജിയോ കെമിക്കൽ ഫിംഗർ പ്രിന്റ്സ് കണ്ടെത്തിയെന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. ഈ ഉൽക്കാശില എന്ന് പറയുന്നത് ഏകദേശം 4.45 ബില്യൺ വർഷങ്ങൾക്ക് പഴക്കമുള്ളതായത് കൊണ്ട് തന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ മാർഷ്യൻ സർഫസിൽ, അതായത് അതിന്റെ ഒരു പുറന്തോടിൽ അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഹൈഡ്രോ തെർമൽ സിസ്റ്റവും ഡൈനാമിക്സും മാത്രമല്ല മാർഷ്യൻ മാഗ്മാറ്റിസവുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഇതെന്നാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് വെള്ളവുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റഡിക്ക് വേണ്ടി വളരെ നൂതനമായിട്ടുള്ള നാനോ സ്കെയിൽ ജിയോ കെമിസ്ട്രി സ്റ്റഡീസ് ഒക്കെയാണ് ഇവർ ഉപയോഗിച്ചത്. ഇത്തരത്തിലാണ് ഈ എലമെന്റൽ എവിഡൻസസ്, അതായത് ഹോട്ട് വാട്ടർ ഫ്ലോയുടെയും അതിന്റെ ഒരു പ്രസൻസിന്റെ ഒക്കെ ഒരു എലമെന്റൽ ലെവലിലുള്ള എവിഡൻസസ് ഒക്കെയാണ് ഈ റിസർച്ചേഴ്സ് ഇതിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ബ്ലാക്ക് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ചൊവ്വയിൽ നിന്ന് വന്നതെന്ന് കരുതുന്ന ഒരു ഉൽക്കാശകലത്തിന്റെ ഒരു പാർട്ടാണിത്. ഇതിനെ NWA 7034 എന്നാണ്. NWA എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്നതിന്റെ ഒരു അക്രോണിമാണിത്. ഇത് കിട്ടിയത് സഹാറ മരുഭൂമിയിൽ നിന്നാണ് 2011. അപ്പൊ അന്ന് അവർ അത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇത് ഏകദേശം 4.43 ബില്യൺ വർഷം പഴക്കമുള്ളതാണെന്നാണ് കണക്കാക്കിയേക്കുന്നത്. മാത്രമല്ല മറ്റ് ഉൽക്കാശിലകളുണ്ട്, അതായത് മറ്റ് മാർഷ്യൻ ഉൽക്കാശിലകളുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് 20% തന്നെ വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്നുള്ള പല സ്റ്റഡികളും മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഉൽക്കാശിലയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനെ നോക്കി ഇതിനെപ്പറ്റി കൂടുതൽ അനലൈസ് ചെയ്ത സ്റ്റഡിയാണ് ഇതിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് തുല്യമാണ്. നമുക്ക് ഭൂമിയിൽ വളരെ ഹൈഡ്രോ തെർമൽ സിസ്റ്റംസും അതിന്റെ ഡൈനാമിക്സും ഒക്കെ വളരെ ആക്റ്റീവാണ്. അത്തരത്തിലുള്ള ഒരു മാഗ്മാറ്റിസവും ഹൈഡ്രോ തെർമൽ സിസ്റ്റംസും തമ്മിലുള്ള ബന്ധവും ഒക്കെ കാണിക്കുന്ന ഒരു എവിഡൻസസ് ഒക്കെയാണ് നമ്മുടെ മാർഷ്യൻ ക്രസ്റ്റിന്റെ ഫോർമേഷൻ ടൈം, അതായത് ആ അത്ര പഴക്കമുള്ള കാലഘട്ടം, അതായത് 4.45 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ എവിഡൻസസ് പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയിൽ നാനോ സ്കെയിൽ ഇമേജിങ്ങും സ്പെക്ട്രോസ്കോപ്പിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയതെന്ന് വെച്ചാൽ ഇരുമ്പ്, അലുമിനിയം, എട്രിയം, സോഡിയം തുടങ്ങിയ വിവിധ തരത്തിലുള്ള എലമെന്റ്സ് ഒരു പ്രത്യേക രീതിയിൽ ഈ സിർക്കോണിയം എന്ന് പറയുന്ന അതിന്റെ പാറ്റേൺസ് പല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന്റെ ഒരു പ്രസൻസ് കാണിക്കുന്ന രീതിയിലാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഇത് രൂപം കൊണ്ട് തന്നെ 4.45 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആദ്യകാല മാർഷ്യൻ മാഗ്മാറ്റിക് ആക്ടിവിറ്റി ഉണ്ടായിരുന്ന സമയത്ത് വെള്ളത്തിന്റെ ഒരു പ്രസൻസ് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു സവിശേഷമായിട്ടുള്ള മൂലകങ്ങളുടെ ഒരു പാറ്റേൺ കാണിക്കുന്നതൊക്കെയാണ് റിസർച്ചേഴ്സ് ഫിംഗർ പ്രിന്റിംഗ് സ്റ്റഡിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഭൂമിയിൽ നിന്ന് പല മാർഷ്യൻ ഉൽക്കാശകലങ്ങളുടെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഏകദേശം 4.1 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് പ്രീ നോയാഷ്യൻ എന്ന് പറയുന്ന ആ പീരീഡിന് മുമ്പുള്ള ഇത്തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള ഉൽക്കാശിലകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ കിട്ടിയ ഒരു ഉൽക്കാശിലയിലാണ് ഒരു വെള്ളത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടാകാനുള്ള രീതിയിലുള്ള ഒരു ഫിംഗർ പ്രിന്റിംഗ് എവിഡൻസസ് ഒക്കെ കിട്ടിയേക്കുന്നതെന്നാണ് റിസർച്ചേഴ്സ് ഇതിൽ എടുത്തു പറയുന്നത്. ഈ സ്റ്റഡിക്ക് വേണ്ടി ഓസ്ട്രേലിയൻ റിസർച്ച് കൗൺസിലും സ്വിസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷനും ഒക്കെ റിസർച്ച് ഫണ്ട് നൽകിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.